ഞാൻ പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് 2015 മാർച്ച് മാസം 15-ാം തീയതി നടത്തിയ നിയമസഭയിലെ കയ്യാങ്കളിയുടെ ദൃശ്യങ്ങൾ കൂടി കൊണ്ടുവരാം. ആ ദൃശ്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഇന്നിപ്പോൾ മന്ത്രിമാരായിരിക്കുന്ന പലരും 2,20,093 രൂപയുടെ പൊതുമുതലാണ് നമ്മളുടെ നിയമസഭയിൽ ജനാധിപത്യത്തിൻ്റെ തർക്കവിതർക്കങ്ങൾ നടക്കേണ്ട ഒരു നിർണായകമായ സ്ഥലത്ത് നശിപ്പിച്ചിരിക്കുന്നത്. ആ കേസിൽ ഒരൊറ്റ MLA യും ഒരൊറ്റ രാഷ്ട്രീയ നേതാവും ജയിലിൽ കിടന്നിട്ടില്ല. ഒരു രാഷ്ട്രീയ നേതാവിൻ്റെയും വീട്ടിൽ അർദ്ധരാത്രിയിൽ പോലീസ് ഇതേപോലെ ക്യാമ്പ് ചെയ്ത് 120 പോലീസുമായി പോയി കിടന്നിട്ടില്ല. അർദ്ധരാത്രിയിൽ പോലീസ് DYSP അടക്കമുള്ളവർ വീട്ടിനുള്ളിൽ കയറി അറസ്റ്റ് നാടകം നടത്തിയിട്ടില്ല. വാറണ്ട് കൊടുത്ത് നാടകം നടത്തിയ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു ഫീസ്റ്റ് ഒരുക്കിയിട്ടില്ല. അവരുടെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്ത് അർദ്ധരാത്രിയിൽ 10-70 കിലോമീറ്റർ അപ്പുറത്തുള്ള ജയിലിലേക്ക് കൊണ്ടുപോയി അടച്ചിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്നലെ തിടുക്കപ്പെട്ട അടിയന്തരമായി PV അൻവറിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തീരുമാനിച്ചത്? അങ്ങനെ തീരുമാനിച്ച ആ രാഷ്ട്രീയ നീക്കം അതൊരു വ്യക്തിപരമായ രാഷ്ട്രീയ പകപോക്കലായിരുന്നു. ആ രാഷ്ട്രീയ പകപോക്കൽ യഥാർത്ഥത്തിൽ ഇന്നത്തെ ദിവസം CPM-ന് തിരിച്ചടിയായി മാറുന്നത് കോൺഗ്രസ് പ്രതിക്കൂട്ടിൽ നിൽക്കുമായിരുന്ന, കേരളം കത്തുമായിരുന്ന ഒരു രാഷ്ട്രീയ വിഷയം പ്രൈം ടൈമിൽ ചർച്ച ചെയ്യുന്നതിൽ നിന്നും ആ വിഷയം ഓർമ്മിപ്പിക്കുന്നതിൽ നിന്നും കോൺഗ്രസിനെ രക്ഷിച്ചെടുത്തൊരു പൊളിറ്റിക്കൽ ബ്ലണ്ടറാണ് ഇന്നലെ യഥാർത്ഥത്തിൽ PV അൻവറിനെതിരെയുള്ള നീക്കമായി നമ്മൾ കാണുന്നത്. അതാണ് നമ്പർ 1.